CPIയെ ഇങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഞാൻ CPM നേതൃത്വം എന്ന് പോലും ഞാൻ പറയുന്നില്ല, സർക്കാരിൻ്റെ തലവൻ കൊണ്ട് എത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒട്ടും ആലോചിക്കാതെ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സംശയം. നോക്കൂ, ഈ മാസം 16-ാം തീയതി ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങളിത് ഒപ്പിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ക്യാബിനറ്റിലെ ഈ വിഷയം വരുമ്പോഴും ഇവരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ CPM നേതാക്കൾ, മുഖ്യമന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും ഇത് പറ്റില്ല CMA എന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോഴും അറിയാൽ ഇത് പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഷയം പുറത്തു വരും. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടാനൊരു തീരുമാനമെടുത്തത്? CPIയുടെ വലിയ എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ആ കാര്യം നടക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്തിനായിരിക്കും? അത് വളരെ വേണമെങ്കിൽ കടത്തി ചിന്തിച്ച് ഒരു വലിയ രാഷ്ട്രീയ പ്ലാനിങ് ഇതിനകത്തുണ്ടോ? CPI പോകുന്നെങ്കിൽ പോട്ടെ, CPI ഒന്ന് നാണം കെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ? നമുക്കറിയില്ല. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, CPI തകർന്നു പോയത് അവിടെയായിരിക്കും. അവിശ്വസനീയമാണ് ഈ കാര്യത്തിൽ CPIയോട് CPM കാണിച്ച നിലപാട് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. നമുക്ക് വിശ്വസിക്കാനാവില്ല. ഒരു മുന്നണി മര്യാദയിൽ ഇങ്ങനെ നടക്കുന്ന യാതൊരു സാധ്യതയുമില്ല. ഇനി CPIക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് CPMൻ്റെ കാൽക്കുലേഷൻ ഞാൻ വിചാരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. CPI എവിടെ പോകും? CPI എന്ത് ചെയ്യാൻ പറ്റും?